നമസ്കാരം. ചിലതരം മനുഷ്യരുണ്ട്, അവർ ഒരു തരത്തിലുള്ള ദയയും കാരുണ്യവും അർഹിക്കുന്നില്ല. ചെപ്പക്കുറ്റി തീർത്ത് തല്ലുകൊടുക്കേണ്ട വൃത്തികെട്ട ജന്മങ്ങൾ. അത്തരത്തിൽ ഒരുത്തനാണ് അസീം മുനീർ എന്നു പേരുള്ള പാകിസ്ഥാൻ്റെ സൈനിക മേധാവി. അവനിട്ട് അടിയല്ലാതെ മറ്റൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. വായെടുത്താൽ നുണ വിസർജിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യവർഗത്തിൽ പിറന്ന ഒരു അപമാനമാണ് അവൻ എങ്ങനെയാണ് ലോകമെമ്പാടും ഇങ്ങനെ സഞ്ചരിച്ച് ഇന്ത്യക്കെതിരെ നുണ വിളമ്പുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. അമേരിക്കയിൽ പോയി കഴിഞ്ഞ ദിവസം അവൻ വീമ്പിളക്കിയത് ഇന്ത്യൻ അണക്കെട്ട് തകർക്കാൻ കാത്തിരിക്കുന്നു. ഗംഗാനദിയിൽ ഇന്ത്യയുടെ അണക്കെട്ട് പൂർത്തിയായി കഴിയുമ്പോൾ അവൻ കുറേ മിസൈലുകൾ അയച്ച് അങ്ങ് തകർത്ത് ലോകത്തിൻ്റെ പാതി ജനതയെ ഇല്ലാതാക്കുമെന്നാണ്. അമേരിക്കയുടെ മണ്ണിൽ പോയി അത്തരം വൃത്തികേട് വിളമ്പാൻ അവന് ധൈര്യമുണ്ടായത് ട്രംപിൻ്റെ കുരുത്തം കെട്ട വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. അന്ന് അമേരിക്ക ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അവൻ്റെ വൃത്തികെട്ട വിസർജ്യം വമിക്കുന്ന നാവ് ഉയർത്താൻ വീണ്ടും ധൈര്യമായി. ഇപ്പോൾ ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ പോയി അവൻ വീണ്ടും വൃത്തികേട് വിളമ്പിയിരിക്കുന്നു. അവൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ കാണിച്ച അബദ്ധമാണെന്നും പാകിസ്ഥാൻ അതിനെ ഫലപ്രദമായി നേരിട്ടെന്നുമാണ്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളൊക്കെ തകർത്തെറിഞ്ഞു. ഇന്ത്യ പേടിച്ച് വിറച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണാധികാരികൾ ട്രംപിൻ്റെ കാലിൽ വീണപ്പോൾ നിവൃത്തിയില്ലാതെ ട്രംപ് സഹായിക്ക് നിർത്തേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ യുദ്ധം നിർത്തിക്കൊടുത്തു. പാകിസ്ഥാന് ലോകത്തിന് മുൻപിൽ ആദരവുണ്ടായി. ഇന്ത്യ ദുർബലമാണെന്നും ഇന്ത്യ ഒന്നിനും കൊള്ളാത്ത രാജ്യമാണെന്നും തെളിയിച്ചു എന്നാണ് ഈ വൃത്തികെട്ടവൻ്റെ അവകാശവാദം. ആരും റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൻ അവിടെ കൂടിയിരിക്കുന്ന പാക് വംശജരെ ത്രസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പച്ചക്കള്ളം വിളമ്പിയത്. യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ പറയുന്നത് നമ്മുടെ കാര്യമായതുകൊണ്ട് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ ലോകമാധ്യമങ്ങൾ പറയുന്നത് എന്തെന്ന് കേൾക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധാന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ ഉണ്ടായത് വലിയ നഷ്ടങ്ങളാണ്. പാകിസ്ഥാന്റെ അനേകം യുദ്ധവിമാനങ്ങൾ ഇന്ത്യ താഴെ വീഴ്ത്തി. പാകിസ്ഥാൻ ഇങ്ങോട്ട് അയച്ച മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഇന്ത്യ തരിപ്പണമാക്കി. പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും തകർത്തു. പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന് മുൻപിൽ ഇന്ത്യ ബോംബിട്ടു. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യൻ ബോംബ് വീണപ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നെഞ്ചത്തടിച്ചു. അപ്പോഴാണ് ഓടിച്ചാടി ട്രംപിനെ വിളിച്ചതും എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബല്ല ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറെ വിളിക്കുന്നു. ജയശങ്കറോട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു. ഇന്ത്യ വഴങ്ങുന്നില്ല. കാരണം നമ്മൾ യുദ്ധത്തിൽ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ട്രംപ് ഇടപെടുകയും ട്രംപിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ ഒരു ഉപാധി വെച്ചു. ചടങ്ങനുസരിച്ച് നടക്കട്ടെ. പാക് സൈനിക ഡയറക്ടർ ജനറൽ ഇന്ത്യൻ സൈനിക ഡയറക്ടർ ജനറൽ വിളിച്ചിട്ട് അപേക്ഷിക്കണം. എന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത് എന്ന് നമ്മൾ പറയുന്നതല്ല, ഔദ്യോഗികമായി ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും എഴുതിയതാണ്. ആകപ്പാടെ നമ്മൾ പറയുന്ന റിപ്പോർട്ടും ലോകമാധ്യമങ്ങളുടെ റിപ്പോർട്ടും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമുള്ളത് ഇന്ത്യക്ക് എത്ര നാശമുണ്ടായി എന്നതിനെക്കുറിച്ച് മാത്രമാണ്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങൾ അത് പറയുന്നു. ഇന്ത്യക്കുണ്ടായതിൻ്റെ 100 ഇരട്ടി നഷ്ടം, നാശങ്ങൾ, ജീവഹാനി പാകിസ്ഥാൻ ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ത്യ വിരുദ്ധരായ വാഷിംഗ്ടൺ പോസ്റ്റും BBC-യും പോലും ഇന്ത്യ യുദ്ധത്തിൽ ശക്തമായി മുന്നേറിയതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ആക്രമണമായിരുന്നു പാക് മണ്ണിൽ കയറിയുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് വിദേശ മാധ്യമങ്ങൾ പറഞ്ഞത്. അതാണ് ശരിയും. എന്നിട്ടും ഇന്ത്യ പാകിസ്ഥാന്റെ കാലിൽ പിടിച്ചു, അവരോട് യാചിച്ചു, അവരോട് കരഞ്ഞു. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ ഉളുപ്പില്ലാത്തവൻ്റെ നാവ് വിഴുതറിയാൻ ലോകസമാധാനം ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വരണം. ഇങ്ങനെ നുണ മാത്രം പറയുന്ന, ഭിന്നതയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, ഒരു ലോക ജനതയുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു വൃത്തികെട്ടവൻ എങ്ങനെയാണ് ഓരോ ദിവസവും ലോകം ചുറ്റി നടന്ന് ഇത്തരം വൃത്തികേടുകൾ വിസർജിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടത് ലോക രാഷ്ട്രങ്ങൾ തന്നെയാണ്. ലോക ജനസംഖ്യയുടെ പകുതിയെയും അണുവായുധത്തിലൂടെ കൊണ്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തിയ ഒരുത്തനെ എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകം കൂടെ വിളിച്ച് ഇങ്ങനെ ആദരിക്കുന്നത്? പാക് സൈനിക മേധാവിയാണെങ്കിൽ സൈന്യത്തിൻ്റെ കാര്യം നോക്കണം. സൈന്യത്തിൻ്റെ കാര്യം നോക്കാൻ അവസരമില്ലാതെ ലോകം ചുറ്റി നടന്ന് നുണ പറയുന്നതിൻ്റെ അർത്ഥം പാക് പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പോലും അവൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുമെന്നതാണ്. നാളെ പാകിസ്ഥാനിലെ അവശേഷിക്കുന്ന ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഇവൻ പാകിസ്ഥാൻ്റെ പട്ടാള ഭരണാധികാരിയായി മാറുമ്പോൾ
അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമൊക്കെ മനസ്സിലാവും പാലൂട്ടി വളർത്തിയത് വിഷപ്പാമ്പിനെയാണെന്ന്. ഇത്തരം വിഷപ്പാമ്പുകളെ തല്ലിക്കൊല്ലാനുള്ള ശക്തിയും കരുത്തും തന്ത്രവും ഇന്ത്യക്കില്ലാത്തത് കൊണ്ടല്ല, അതിനൊന്നും വേണ്ടി മെനക്കെടാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇവനിങ്ങനെ ഓടി നടന്ന് ലോകം മുഴുവൻ വിസർജ്യം തുപ്പിയാൽ അവനെ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. ഇസ്രായേലിനെ കണ്ടുപഠിക്കാൻ സമയമായിരിക്കുന്നു. ഇത്തരം വൃത്തികെട്ടവന്മാരെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കരുത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അന്തസ് ലോകത്തിന് മുൻപിൽ ഇടിച്ചു താഴ്ത്തുന്ന ഇത്തരം വൃത്തികെട്ട ജനങ്ങളെ പാഠം പഠിപ്പിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. ഒരിക്കലും മറക്കാത്ത പാഠം അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവനോ അല്ലെങ്കിൽ അവൻ്റെ പിന്തുടർച്ചക്കാർക്കോ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയോട് കളിച്ചാൽ എന്താവുമെന്നും മനസ്സിലാവും.